കൊല്ലം അയത്തിലിൽ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം നടക്കുന്ന പാലം തകർന്നു വീണു. തലനാരിടയ്ക്കാണ് തൊഴിലാളികൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അശാസ്ത്രീയമായാണ് പാലം നിർമ്മിക്കുന്നതെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. കൊല്ലം അയത്തിൽ ചൂരാങ്കിൽ പാലത്തോട് ചേർന്ന് നിർമ്മാണം നടക്കുന്ന മറ്റൊരു പാലമാണ് തകർന്നത്. കോൺക്രീറ്റ് 2 തൂണുകൾക്ക് മീതെ സ്ലാബ് വാർക്കുന്നതിനിടെ ഭാരം താങ്ങാനാകാതെ പാലം തകരുകയായിരുന്നു. പാലത്തിന് മുകളിലുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കൊല്ലം ബൈപ്പാസിൽ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 3 പാലങ്ങളുടെ നിർമ്മാണത്തിനിടെ 5 തവണ പാലം തകർന്നു. ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കൈ അറ്റുപോയി. കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയപാത ഉദ്യോഗസ്ഥർ നിർമ്മാണ മേഖലയിൽ തിരിഞ്ഞു നോക്കാറില്ലെന്നും ആക്ഷേപമുണ്ട്. നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നാണ് ആരോപണം. യാത്രക്കാരുടെ ജീവൻ വെച്ച് പന്താടരുതെന്നും നാട്ടുകാർ പറഞ്ഞു. ദേശീയപാത ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് നടക്കുന്ന സമയത്താണ് താഴെ ഉണ്ടായിരുന്ന സ്ലാബുകൾ എല്ലാം കൂടെ മറിഞ്ഞ് ആറ്റിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായത്. വലിയ അപകടം ഒഴിവായി എന്ന് വേണം കരുതേണ്ടത്. ഇത് ശരിയായിട്ടല്ല. ഇവിടെ തന്നെ ഇപ്പോൾ 2ഉം 3ഉം പ്രാവശ്യം റീവർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഈ വെള്ളം വരുന്നത് കറക്റ്റായിട്ട് ആദ്യം അടുപ്പിച്ച് ഈ 2 തൂണ് വാർത്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം പോകാൻ സ്ഥലമില്ല. ആശങ്കകളിൽ വരുമല്ലോ. ഇവർ പണിഞ്ഞിട്ടങ്ങ് പോകും. നമ്മെപ്പോലുള്ളവരും നമ്മളിലുള്ളവരും എല്ലാം വലിയ ടാങ്കർ ലോറിയും അതും കണ്ടെയ്നറും ഒക്കെ പോകും. അന്നേരമാണ് ഇത് സംഭവിച്ചാൽ. ഈ വണ്ടി വന്നപ്പോൾ തന്നെ ഞാൻ വണ്ടി തടഞ്ഞതാണ്. എന്നിട്ട് അതിൻ്റെ മെയിനായിട്ടുള്ള എഞ്ചിനീയറും ഉണ്ടായിരുന്നു. അപ്പം പുള്ളിയുടെ ഞാൻ ചെയ്യരുതേ ഒരുപാട് തവണ പറഞ്ഞിട്ടും അവരത് കുറേ നേരം അടിക്കുകയും ചെയ്തു. പിന്നെ അതിനുശേഷം ഒരുപാട് ആൾക്കാർ കൂടി അതിപ്പം തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ബിൽഡിംഗ് ഇളകിയതാണ് പാലം തകരാൻ കാരണമെന്ന് നിർമ്മാണ കരാർ ഏറ്റെടുത്ത ശിവാലയ കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിയുടെ പ്രതിനിധി പറയുന്നു. ഇത് സംഭവിച്ചത് ഈ പാലത്തിൻ്റെ ഫൗണ്ടേഷനിലെ 2 സൈഡിലെ ഫൗണ്ടേഷനിൽ ISMB ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പ്രോപ്സ് പിടിക്കുന്നതാണ്. ആ പ്രോപ്സിൻ്റെ വെൽഡിങ് ബ്രേക്ക് ആയിട്ടുണ്ട്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇരിവിപുരം MLA M. നൌഷാദും കൊല്ലം സബ് കളക്ടറും കൊല്ലം ജില്ലാ കളക്ടർ ദേവിദാസും സ്ഥലം സന്ദർശിച്ചു. ഇത് ആദ്യ തവണയല്ല നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയിലെ പാലങ്ങൾ തകരുന്നത്. ഇത് പലവട്ടമായി കൊല്ലത്ത് ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ 5 തവണയാണ് പാലങ്ങൾ തകർന്നു വീണത്. അഷ്ടമുടി കായലിലും അതേപോലെ ഇതുപോലെയുള്ള ചെറിയ പുഴ തോടുകളുടെ മീതെ പണിഞ്ഞ പാലങ്ങളാണ് തകർന്നത്. ഇത് പരിശോധിക്കാനും മേൽനോട്ടം വഹിക്കാനും ഈ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ ഇല്ല എന്നാണ് നാട്ടുകാരുടെ പരാതി, ആക്ഷേപം. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.